ഹായ്. അങ്ങനെ നേര് കണ്ട് മനസ്സ് നിറഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ പടത്തിനെക്കുറിച്ച് ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു റിവ്യൂ. അതായത് ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് ഈ പടം. ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ നാളുകളായിട്ട് ലാലേട്ടൻ്റെ ട്രോള്, ലാലേട്ടൻ്റെ അഭിനയം പോയി, ആളുടെ എക്സ്പ്രഷൻസ് ഒന്നും പഴയ പോലെ വരാൻ ചാൻസ് ഇല്ല ഫേസിൽ. അതുപോലെ തന്നെ എലോൺ, മോൺസ്റ്റർ, അങ്ങനെ കുറേ തട്ടിക്കൂട്ട് പടങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരും ലാലേട്ടൻ്റെ ഫാൻസൊക്കെ ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോഴാണ് ജയിലർ പോലത്തെ പടത്തിൽ ഗംഭീര മാസ് റോളായിട്ടുള്ള വന്നത്. ഇപ്പോൾ വീണ്ടും ജിത്തു ജോസഫിൻ്റെ പടത്തിൽ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷ, ഈ ജിത്തു ജോസഫ് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഗംഭീരമായിട്ടുള്ള മാസ് എലമെൻ്റ് ട്വിസ്റ്റ് എന്തെങ്കിലും ആൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടാവും. പക്ഷേ ആൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ പടത്തിൽ അങ്ങനെ അതിഗംഭീരമായ ട്വിസ്റ്റുകളൊന്നുമില്ല. എന്നാൽ മോഹൻലാൽ നിറഞ്ഞാടുന്നു ശരിക്കും ഒരു വക്കീലായിട്ട്. പലപ്പോഴും നമ്മൾ ലാലേട്ടനെ മറന്നിട്ട് ആ ഒരു കോർട്ടിലെ വക്കീലായിട്ട് വിജയമോഹൻ എന്നുള്ള ക്യാരക്ടറായിട്ട് നമ്മൾ അത് ആസ്വദിച്ചു പോവുക പെർഫോമൻസ്. പിന്നെ അനശ്വര രാജൻ, ഞാൻ അവരുടെ ഗംഭീര ഫാനെന്നല്ല. ഉദാഹരണ സുജാത എന്നുള്ള സിനിമ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ചില പടങ്ങളിലൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്ക് അത്ര വലിയ അവരഭിനയം നല്ലതായിരിക്കാം, പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് വലിയ എൻജോയിങ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ അവർക്ക് കിട്ടിയ കഥാപാത്രം ഗംഭീരമാണ്. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പല രംഗങ്ങളിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതുപോലെ തന്നെ സിദ്ദീഖിൻ്റെ ചേക്കിളൊക്കെ നോക്കി 4 പൊട്ടിക്കാന്ന് പറഞ്ഞ രീതിയിലുള്ള, അങ്ങനെയാണ് അതിൽ ആ കഥാപാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ശരിക്കും അപ്പോൾ ഫസ്റ്റൊക്കെ ലാലേട്ടനെ പുള്ളിയോട് ഒതുക്കാൻ നോക്കുമ്പോൾ പിന്നെ അതിന് ശേഷം നമുക്കറിയാമല്ലോ ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ഉണ്ടാവും, തിരിച്ചുള്ള ആർഗ്യുമെൻറ്റ്, അയാളുടെ ഓരോരോ അവരവരുടെ പരസ്പരമുള്ള ആ ഒരു കോർട്ടിലുള്ള ഫൈറ്റും അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് വന്നു. അതൊക്കെ കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതിലും പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഇമോഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് പ്രാധാന്യം കൊടുത്തുള്ളത്. പടം ജിത്തു ജോസഫൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സിനിമ കണ്ടു. പിന്നെ നമ്മൾ ദൃശ്യം 2 അങ്ങനത്തെ പടങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ഒരിക്കലും പോകരുത്. ഇത് മൊത്തം കോടതിയിൽ നടക്കുന്നൊരു കഥയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഗണേഷ് ആയിക്കോട്ടെ, ജഗദീഷ് ആയിക്കോട്ടെ, എല്ലാവരും ഇപ്പോൾ ജഡ്ജിൻ്റെ റോൾ, എല്ലാവരും അവരുടെ റോളുകൾ കിട്ടിയ ഇതിൽ ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പോയി പടം കാണാം, എൻജോയ് ചെയ്യുക. മോഹൻലാലിൻ്റെ ഫാൻസിനും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഈ പടം ഇഷ്ടമാവും. അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വയ്ക്കാതിരിക്കുക. താങ്ക് യു.